ക്രിസ്തു ജയിച്ചവനായ ക്രിസ്തുവാണ്. ആ ജയാളിയായി തീർന്ന ക്രിസ്തുവിനെയാണ് അവിടെ ഹല്ലേലൂയ എന്ന ആർപ്പിൻ്റെ ശബ്ദത്തോടെ ആരാധിച്ചു തുടങ്ങുന്നത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയോടും ദൈവത്തിൻ്റെ നിയോഗത്തോടും കൂടി ഈ ലോകത്തിലായിരുന്നപ്പോൾ ഏതിലൊക്കെ താൻ ജയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അങ്ങനെ ജയിച്ചവനായ ഒരു ക്രിസ്തുവിനെ ഇവിടെ നമ്മൾ കാണുകയാണ്. പൗലോസ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന നമ്മുടെ ദൈവത്തിന് സ്തോത്രം. മറ്റൊരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത, മറ്റൊരാൾക്കും പറയാൻ കഴിയാത്ത ഒരു സവിശേഷമായ ഒരു വിശേഷതയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതായത് ഒരാൾ ജയിച്ചതുകൊണ്ട് തന്നെ അനുഗമിക്കുന്നവരോ മറ്റുള്ളവരോ ആരും ജയാളിയായി തീരുന്നില്ല. ഒരു വ്യക്തി ജയിച്ചാൽ ആ വ്യക്തിയാണ് ജയിക്കുന്നത്. അതിൻ്റെ ഗുണം മറ്റുള്ള ആൾക്കില്ല, അദ്ദേഹമാണ് ജയിക്കുന്നത്. പക്ഷെ ഇവിടെ ബൈബിളിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത, യേശുക്രിസ്തു ജയിച്ചതുകൊണ്ട് തന്നെ അനുഗമിക്കുന്നവരും തൻ്റെ മക്കളായവർക്കും ജയിച്ചവരായി തീരാൻ കഴിയും എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുക.